Hi friends, welcome to Aachi's Cook World. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ബേക്കൊന്നും ചെയ്യേണ്ടാത്ത ഒരു കേക്കാണ്. ബ്രെഡും മാങ്ങി വെച്ചിട്ടുള്ള കേക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതേപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലിലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഞാനിവിടെ 12 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ 12 സ്ലൈസ് ബ്രെഡ്. അത് ആകുമ്പോഴത്തേക്കും 3 ലെയർ കിട്ടും. നിങ്ങൾക്ക് കൂടുതൽ ലെയർ വേണമെങ്കിൽ കൂടുതൽ ബ്രെഡിൻ്റെ എണ്ണം എടുക്കാം. ഇനി എടുത്തിരിക്കുന്നത് മാങ്ങ വെള്ളവും പഞ്ചസാരയും ഇട്ട് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വെള്ളം പോലെ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഷുഗർ സിറപ്പിന് പകരം യൂസ് ചെയ്യുന്നതാണിത്. ഇതേപോലെ തന്നെ മാങ്ങ അടിച്ചെടുക്കണം. ഇനി വേണ്ടത് എന്ന് പറയുന്നത് മാങ്ങ ചെറുതായിട്ട് കുഞ്ഞായിട്ട് ക്യൂബ് ഷേപ്പിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. അത് നമുക്ക് ഒരു ലെയർ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. വിപ്പിംഗ് പൗഡർ വെച്ച് തയ്യാറാക്കിയ വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കുന്നതെങ്ങനെ നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പ്ലേറ്റിലോട്ട് ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് വെക്കുന്നുണ്ട്. ആ ബ്രെഡ് നമുക്ക് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിപ്പിംഗ് ക്രീം ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ബ്രെഡ് എത്രത്തോളം ഭാഗത്താണോ ഇരിക്കുന്നത് അത്രയും ഭാഗത്ത് ഇതേപോലെ വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. ഇതേപോലെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ബ്രെഡ് വെച്ച് കൊടുക്കാം. ഞാൻ ഒരു ലെയർ എന്ന് പറയുന്നത് 4 ബ്രെഡ് ചേരുന്നതാണ് ഒരു ലെയർ. അപ്പോൾ അതേപോലെ അടുക്കി വെച്ച് കൊടുക്കാം. ഇതേപോലെ അപ്പോൾ അത്രയും സ്ഥലത്ത് ഇരിക്കത്തക്ക രീതിയിൽ വേണം വിപ്പിംഗ് ക്രീം തേക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ 4 ബ്രെഡ് വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ജ്യൂസാക്കി വെച്ചിരിക്കുന്ന ആ മാംഗോയുടെ ജ്യൂസ് നല്ല രീതിയിൽ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് സ്ഥലത്തും ഇതേപോലെ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചു. ഇനി ഇതിന് മുകളിലോട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അടുത്ത ലെയർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇട്ട് നല്ല രീതിയിൽ എല്ലായിടവും തേച്ചു. അടുത്ത ലെയർ എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീമിൻ്റെ ലെയറാണ്. വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ ഇതേപോലെ തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇനി അടുത്തത് മാങ്ങ ഇട്ട് അത് അടുത്ത ഒരു ലെയറായിട്ട്. അപ്പോൾ ബ്രെഡ് വെച്ചു, നമ്മൾ അതേപോലെ തന്നെ മാങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയറും, അത് കഴിഞ്ഞിട്ട് മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയുടെ ഒരു ലെയർ ഇതേപോലെ. ഇനി വീണ്ടും അതിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ ബ്രെഡ് വെച്ചിട്ട് അടുത്ത ലെയർ, അങ്ങനെ ഇതേപോലെ ഒരു 3 ലെയർ നമ്മൾ തയ്യാറാക്കിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ ലെയറാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഇതേപോലെ ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് നമുക്ക് അടുത്ത അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഇട്ട് കൊടുത്ത് മാങ്ങ ഇട്ട് കൊടുത്ത് അടുത്ത ലെയറും കൂടെ സെറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ മാങ്ങയുടെ അടുത്ത ലെയറും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ അടുത്ത ലെയറിലോട്ട് നമ്മൾ മാംഗോ ജ്യൂസോ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം ഇത് നമ്മളുടെ ലാസ്റ്റ് ലെയറാണ്. ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം മാത്രം തേച്ച് കൊടുത്ത് ഈ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അതേപോലെ തന്നെ സൈഡെല്ലാം ഞാൻ വിപ്പിംഗ് ക്രീം വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അപ്പോൾ കേക്ക് ഫ്രിഡ്ജിലിരുന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാലൻസ് വന്ന മാംഗോ ജ്യൂസിലോട്ട് നമുക്ക് കോൺഫ്ലവറും അതേപോലെ പഞ്ചസാരയും കൂടെ ഇട്ട് ഇതൊരു കടായിൽ വെച്ച് ഒന്ന് ചൂടാക്കി ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് അളവായിട്ട് എടുത്തിരിക്കുന്നത്. ഇതേപോലെ കുറുകി വന്നിട്ടുണ്ട്. ഞാനിത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്, ബാലൻസ് വന്ന് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത്. അപ്പോൾ ഞാൻ ആ വിപ്പിംഗ് ക്രീമും അതേപോലെ റെഡിയാക്കി വെച്ച് ആ മാംഗോ ജ്യൂസും കൂടി ചേർത്ത് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒന്നും കൂടെ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കേണ്ട, ഇതിൻ്റെ അകം കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് അതേപോലെ ഒന്ന് ടേസ്റ്റ് ചെയ്തും കൂടെ നോക്കാം. കേക്കിൻ്റെ ലേസ് കാണാൻ എന്താ ഭംഗിയല്ലേ. ഇത് നല്ല ബ്രെഡും അതേപോലെ വിപ്പിംഗ് ക്രീമും അതേപോലെ തന്നെ ആ മാങ്ങയുടെയും ലെയർ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം.
വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പം ഞാൻ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ ബൈ.